മക്കളെ നമസ്കാരം. നമ്മളൊരു ചിത്രം പ്രാക്ടീസ് ചെയ്തത് ഓർമ്മയുണ്ടല്ലോ. ഈ ചിത്രം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമ്മൾ ഏതക്ഷരങ്ങളൊക്കെയാണ് എഴുതി പഠിച്ചത്? ഒന്ന് ഗ, ഗമയുടെ ഗ, മറ്റേത് ശ. ഇനി നമ്മൾ രണ്ടെണ്ണം മുകളിലേക്ക് വരച്ചിട്ട് രണ്ടെണ്ണം താഴേക്ക്, രണ്ടെണ്ണം മുകളിലേക്ക് രണ്ടെണ്ണം താഴേക്ക്, ഇങ്ങനെ വരച്ച ചിത്രം തെറ്റിപ്പോകാണ്ട് അറ്റം വരെ വരച്ചോട്ടോ. ഈ ഒരു പേജിൻ്റെ മതി, മറ്റേ പേജിലോട്ട് കടക്കണമെന്നില്ല കേട്ടോ. ഓക്കെ, അങ്ങോട്ട് വരക്കുക. നമ്മൾ താഴേക്കെടുത്തത് അക്ഷരം ഓർമ്മയുണ്ടല്ലോ, ന. നമ്മുടെ നാവ് എവിടെ മുട്ടുന്നത്? പല്ലിൻ്റെ താഴെ. പക്ഷെ മൂക്ക് കൊണ്ടൊരു ശബ്ദവും കൂടി വരും, ന ന. നമ്മളിത് തിരിച്ചിട്ടേ, ഇതിൻ്റെ പേരാണ് ധ. ഇപ്പോഴും നാവ് പല്ലിൻ്റെ താഴെ മുട്ടുന്നുണ്ടെങ്കിലും മൂക്ക് കൊണ്ടുള്ള ശബ്ദം ഇതിന് പകരം നല്ല ഉറച്ച ശബ്ദമാണ് ധ. ഇത് ധര എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ച അക്ഷരം വെച്ച് ധര. ഇതോ നര. പിന്നെ നമ്മൾ എഴുതി നവ, നറ ഒക്കെ എഴുതി. നര, ധര. നര അറിയാലോ, നരച്ച മുടിയൊക്കെ ഇരുന്നതിന്. ഇതാ ധര. ധര എന്ന് പറഞ്ഞാൽ ഭൂമി. ഉറപ്പിച്ച് പറയണം കേട്ടോ, ധര. ഓക്കെ, താങ്ക് യു.